ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. ജൂൺ 1 മുതൽ ബസ്സുകൾ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി സർവീസ് നടത്താൻ ഷൊർണൂർ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. യാത്രക്കാരുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് ഒടുവിൽ പരിഹാരമാകുന്നു. ഈ 26/2026 മുനിസിപ്പാലിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ അനുരഞ്ജന സംബന്ധിച്ച് പട്ടാമ്പി കുളപ്പുള്ളി ഒറ്റപ്പാലം പാലക്കാട് അതുപോലെ തന്നെ ഷൊർണൂർന്ന് പട്ടാമ്പിയിലേക്ക് കുളപ്പുള്ളി വഴി പോകുന്ന ബസ്സുകൾ മുഴുവൻ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറുവാനും തൃശ്ശൂർ ഓടുന്ന ബസ് ഒറ്റപ്പാലം തൃശ്ശൂർ പാലക്കാട് ഓടുന്ന ബസ്സുകളൊന്നും കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറാതെ പോകാനും ആയിട്ടാണ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അത് ഈ ജൂൺ 1 മുതൽ ഈ മറ്റുള്ള കാര്യങ്ങൾ നടത്തി വരികയും 30 ഒരു മീറ്റിംഗ് വിളിക്കാൻ സമ്മതിച്ചിട്ടുമുണ്ട്. ജൂൺ 1 മുതൽ ബസ്സുകൾ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി സർവീസ് നടത്താൻ നഗരസഭാ അധ്യക്ഷ P. നിർമ്മലയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. 1 മാസത്തെ ട്രയൽ റൺ എന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുക. ഗുരുവായൂർ, പട്ടാമ്പി ഭാഗങ്ങളിൽ നിന്നും പാലക്കാട്, ഒറ്റപ്പാലം ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ കയറി സർവീസ് നടത്തും. എന്നാൽ തൃശൂരിൽ നിന്നും ഷൊർണൂർ വഴി ഒറ്റപ്പാലത്തേക്ക് പോകുന്ന ബസ്സുകൾ ജൂൺ 5 വരെ കോടതി സ്റ്റേ വാങ്ങിയതിനാൽ നിലവിൽ സ്റ്റാൻഡിൽ കയറില്ല. പുതിയ പരിഷ്കാരത്തിന്റെ ഭാഗമായി കുളപ്പുള്ളി നോബിൾ ഹോട്ടലിന് മുന്നിലെയും മദ്യവിൽപ്പനശാലയ്ക്ക് മുന്നിലെയും സ്റ്റോപ്പുകൾ ഒഴിവാക്കും. സ്റ്റാൻഡിൽ കയറുന്നതിനായി ബസ്സുകൾക്ക് 2 മിനിറ്റ് അധിക സമയം അനുവദിക്കും. കണയത്തേക്ക് തിരിയുന്ന ഭാഗത്തെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷൻ AK അനുരാജ്, സെക്രട്ടറി രാജേഷ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ഷൊർണൂർ പോലീസ്, ബസ് ഉടമകൾ, തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ഒറ്റപ്പാലം മേഖലയിലേക്ക് പോകുന്ന വണ്ടികളിൽ അതിന്റെ വഴിയിലുള്ള വണ്ടികളുടെ ബാഹുല്യവും ഒക്കെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ കോടതിയിൽ പോയത്. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് കോടതിയിൽ പോയതാണ്. ആ കോടതി പോയതിൽ നിന്ന് നമുക്ക് താൽക്കാലികമായിട്ട് ജൂൺ 6 വരെ അതിന്റെ നിലവിലുള്ള രീതിയിൽ സർവീസ് നടത്താനുള്ള ഹൈക്കോടതി ഓർഡർ നമുക്ക് സ്റ്റേ എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നിലവിൽ ഞങ്ങൾ സങ്കുചിതമായ രീതിയിൽ ഇത് ഓടില്ല എന്നുള്ള നിലയ്ക്കല്ല, പക്ഷെ അതിന്റെ കൃത്യമായ സമയക്രമവും കൃത്യമായ രീതിയിൽ ബസ് സ്റ്റാൻഡ് കയറി ഇറങ്ങിപ്പോകാനുള്ള സമയക്രമം പാലിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരേണ്ടുന്ന മുനിസിപ്പാലിറ്റി ഒരുക്കി തന്നാൽ അത് തൊഴിലാളികളുമടക്കം ചർച്ച ചെയ്ത് കൃത്യമായി കൈകാര്യം ചെയ്തു പോകുന്നതാണ്. അതല്ലാതെ ഇതിനകത്ത് ഒരു എതിർപ്പോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോടുള്ള എതിർപ്പോ ഒന്നും ബസ് ഉടമ, ബസ് തൊഴിലാളി സംഘടനകൾക്കോ ആർക്കും ഇല്ല. അതെല്ലാം പരിഹരിക്കപ്പെടുന്ന പക്ഷം ഈ പറഞ്ഞ രീതിയിൽ ബസ് ജീവനക്കാരും ഉൾക്കൊണ്ടുകൊണ്ട് സർവീസ് നടത്താൻ തയ്യാറാവും. റോഡിലെ തിരക്കും അതുപോലെ തന്നെ 3-4 പല രീതിയിലുള്ള വരുന്ന വണ്ടികൾ കടന്നു വരുന്ന ക്രോസിംഗ് പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായാൽ, മാത്രമല്ല അനധികൃതമായ പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി സഹകരിച്ച് കൈകാര്യം ചെയ്താൽ പോലീസും മോട്ടോർ വെഹിക്കിളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും ഇടപെട്ട് തീർത്താൽ അന്നു മുതൽ ഇത് ജീവനക്കാരടക്കം സർവീസ് നടത്താനും തയ്യാറാവും. അതിന് യാതൊരു തർക്കവുമില്ല.